കേരള നിയമസഭയിലെ 140 മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലവും UDFിനെ സംബന്ധിച്ചിടത്തോളം അളന്ന് മുറിച്ച് അവിടെ കൃത്യമായി സർവേ നടത്തി അവിടുത്തെ വിജയ സാധ്യതകളെ പറ്റി പഠിക്കേണ്ടതാണ്. ഒരു ഫ്ലോയിൽ ഇടതുപക്ഷം മൂന്നാം തവണയും വന്നാൽ പിന്നെ ചിന്തിക്കേണ്ട UDF ഘടകകക്ഷികൾ പിളർന്ന് നാലുപാട് പോവും. ഇവിടെ എടുത്തു പറയേണ്ടത് 140 മണ്ഡലങ്ങളിൽ UDFിന് ഏറ്റവും ഷുവറുള്ള മണ്ഡലങ്ങൾ 40 മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷത്തിന് പക്ഷെ അങ്ങനെയല്ല. 60ഓളം മണ്ഡലങ്ങൾ ഒരു ഷുവർ മണ്ഡലമായി കണക്കാക്കും. മത്സരം നടക്കുന്നത് അവശേഷിക്കുന്ന 40 മണ്ഡലങ്ങളിലാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ 40-ൽ 30-ൽ കൂടുതൽ സീറ്റുകൾ, അതാണ് ഏറ്റവും നിർണായകം. ഒന്ന് ആലോചിക്കുക. ഷുവർ മണ്ഡലങ്ങൾ UDFിന് 40-ഉം ഇടതുപക്ഷത്തിന് 60-ഉം ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 40 സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം സീറ്റ് കിട്ടിയാലേ കേവല ഭൂരിപക്ഷവും കടന്ന് 75 മുതൽ 80 സീറ്റ് വരെ UDF നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ ഷുവർ സീറ്റുകൾ എന്ന് പറയാൻ കാരണം മാത്രമേൽ അവർ അരക്കിട്ടുറപ്പിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങളുണ്ട്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്ന PR വർക്ക് മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ പല സാധ്യതകളും ഉണ്ട്. വലിയ തോതിൽ പണമൊഴുക്കി വിജയിപ്പിക്കാൻ അതിനുവേണ്ടി പ്രത്യേകം പിണറായിയുടെ ബാക്കിൽ ഒരു ടീമിനെ അണിനിരത്തി നിർത്തിയിട്ടുണ്ട്. ഇക്കുറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര കോർപ്പറേഷൻ, എത്ര മുനിസിപ്പാലിറ്റികൾ, എത്ര വാർഡുകൾ, എത്ര പഞ്ചായത്തുകൾ, ഇതൊക്കെ കണക്കുകൂട്ടി തന്നെയായിരിക്കും നിയമസഭയുടെ സെമി ഫൈനലായി ഇതിനെ കണക്കാക്കുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിശ്ചയിക്കാനും അതുപോലെ തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ. നമുക്കറിയാം, ദേശീയ തലത്തിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിന് പാരലായി തന്നെയാണ് സാധാരണ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വലിയ മുന്നേറ്റം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം അതുപോലെ നിലനിർത്തി. UDF പാഠം പഠിച്ചില്ല. കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ കിട്ടിയ സീറ്റ് പോലെ ആകില്ല നിയമസഭയിൽ എന്ന് മനസ്സിലാക്കാനുള്ള കെൽപ്പ് ഇപ്പോൾ ആവോളമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല മണ്ഡലങ്ങളിലും BJPയുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അത് CPIM നന്നായി മുതലെടുക്കുന്നുണ്ട്. അതിനെ ഉൾപ്പെടെ മറികടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം ജനസമക്ഷം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 2021 ഒരു തുടരാവർത്തനം ഉണ്ടായാൽ തകർന്നു എന്ന് മാത്രമല്ല, പിന്നെ തിരിച്ചു വരാൻ കഴിയാത്തവണ്ണം വെണ്ണീറായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം.